ാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറമെ മറ്റ് 12 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 68 മണ്ഡലങ്ങളാണ് കേരളത്തിന് പുറത്തുള്ളത്. അതേസമയം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് വിധിയെഴുത്ത് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ, അതായത് 2/15 ഡേറ്റകൾ അനുസരിച്ച് 46% മുകളിൽ ആളുകൾ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 2019 77% മുകളിലേക്ക് കേരളം പോകുമോ? അസാധാരണമായ ചൂടിനെ മറികടന്നുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുമോ എന്നത് തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിലെ ഏറ്റവും കൗതുകം. 46% മുകളിലേക്ക് വോട്ടിംഗ് നില എത്തുമ്പോൾ ആലപ്പുഴയിൽ ഇതിനോടകം തന്നെ 48%-ലധികം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം കോട്ടയത്ത് 45% ആണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മികച്ച പോരാട്ടം കാഴ്ചവെച്ച മണ്ഡലം ആണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. അവിടെ വോട്ടർമാർ ഇത്തവണ കന്നി വോട്ടർമാർ അടക്കം അധികമായി എത്തിയിട്ടുള്ള ലോക്സഭാ മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ചിത്രം വ്യത്യസ്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 19 UDF എംപിമാർ വിജയിച്ച് കയറിയപ്പോൾ അതിൽ ഒരു MP കോട്ടയത്ത് നിന്ന് ഉള്ള MP ആയിരുന്നു, തോമസ് ചാഴികാടൻ ആയിരുന്നു. എന്നാൽ പിന്നീട് കളം മാറുകയും LDFിൻ്റെ ഭാഗമാവുകയും ചെയ്തു ആ MP എന്നതാണ് നമുക്ക് അറിയാം. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉള്ള മണ്ഡലം ആണ് കോട്ടയം. ആ കോട്ടയത്ത് ഇപ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അങ്ങനെ പരിശോധിക്കുമ്പോൾ കോട്ടയത്താകെ 15 ലക്ഷത്തിലധികം വോട്ടർമാർ ആണ് ഉള്ളത്. 15,99,000 വോട്ടർമാർ, അതായത് ഏതാണ്ട് 16 ലക്ഷത്തിന് അടുത്ത വോട്ടർമാർ ഉള്ള മണ്ഡലം. 8 ലക്ഷത്തിലധികം സ്ത്രീകൾ ഉള്ള ലോക്സഭാ മണ്ഡലം. 33,000-ലധികം കന്നി വോട്ടർമാർ ഉള്ള ലോക്സഭാ മണ്ഡലം. അവിടെ ഇതാ ഇപ്പോൾ 45%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കോട്ടയത്ത് നല്ല ഉയർന്ന പോളിംഗ് ശതമാനം തന്നെ തുടരുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഉച്ചയോടുകൂടി തന്നെ 1 മണിക്ക് വന്ന കണക്ക് പ്രകാരം തന്നെ ഏതാണ്ട് 40%-ലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 39.69% പേരാണ് 1 മണി വരെ വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും 40% പിന്നിടുന്നു. അല്പം പിന്നിലുള്ളത് കടുത്തുരുത്തിയും ഒപ്പം തന്നെ ഏറ്റുമാനൂരും പിറവവും പാലയുമാണ്. ബാക്കി പുതുപ്പള്ളിയും കോട്ടയവും എല്ലാം വൈക്കവും എല്ലാം ഏതാണ്ട് 40 പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പലയിടത്തും വോട്ടിംഗ് മന്ദഗതിയിലാണ്, വോട്ടിംഗ് താമസിപ്പിക്കുന്നു എന്ന പരാതി രാവിലെ ചാണ്ടി ഉമ്മൻ തന്നെ പറഞ്ഞിരുന്നു മണർകാട് പോലുള്ള സ്ഥലത്ത്. പക്ഷേ ഈ ആരോപണം ശരിയല്ല. അവിടെയും ഉയർന്ന പോളിംഗ് ശതമാനം, അതായത് പോൾ ചെയ്യപ്പെട്ട വോട്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. മറ്റ് അക്രമ സംഭവങ്ങളൊന്നും എങ്ങുമില്ല. എല്ലായിടത്തും സമാധാനപരമായി പോളിംഗ് പോകുന്നു. എടുത്തു പറയാനുള്ളത് ഏതാണ്ട് പ്രമുഖരെല്ലാവരും തന്നെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയിലെയും നേതാക്കൾ, സാമുദായിക നേതാക്കൾ, വിവിധ ബിഷപ്പുമാർ, പാലാ, കാഞ്ഞിരപ്പള്ളി, ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പുമാർ, NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ, അദ്ദേഹം മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടറാണ്, കോട്ടയം ജില്ലയാണ്. അങ്ങനെ അദ്ദേഹവും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പക്ഷെ ഉച്ചയോടുകൂടി ഒരല്പം പോളിംഗ് രാവിലത്തെ അത്രയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഇതൊരു പോളിംഗ് ബൂത്താണ്. കോട്ടയത്ത് ചുങ്കത്തെ പോളിംഗ് ബൂത്താണ് ഈ കാണുന്നത്. ഇവിടെ ആളുകൾ വന്നു പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് രാവിലത്തെ പോലെ വലിയ ക്യൂ ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നൊക്കെ രാവിലെ വന്നു പോകാനൊരു പ്രധാന കാരണം ഈ ചൂടും മറ്റും ഉള്ളതുകൊണ്ടായിരിക്കാം എന്നുകൂടി കണക്കാക്കേണ്ടി വരും. കനത്ത ചൂടാണ് ഇതുവരെയും ഈ ജില്ലയിൽ ആകെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ തവണ 75% കോട്ടയത്തെ പോളിംഗ് ഉണ്ടായിരുന്നത്. ആ 75 മറികടന്ന് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. 40% ഉച്ചവരെ എന്ന് പറയുമ്പോൾ ഈ മൈഗ്രേഷനൊക്കെ ഒരുപാട് സംഭവിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണവും മറ്റും ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഒരു 80%-ലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭൂരിപക്ഷം ആയിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഭൂരിപക്ഷം കൂടിയതിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികളുള്ളത്.
തെരഞ്ഞെടുപ്പിൽ പൊതുവെ ശരാശരി കണക്ക് എന്നത് 77%, പക്ഷേ പല ലോക്സഭാ മണ്ഡലങ്ങളിലും 82%-നൊക്കെ മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെയാണ് കേരളത്തിന്റെ പൊതുകണക്ക് 77% എന്നതിലേക്ക് എത്തിയത്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2019 വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിന്ന മണ്ഡലം കൂടിയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം എന്നതാണ്. എന്നാൽ വോട്ടർമാർ അധികമായി ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 15 ലക്ഷത്തിന് മുകളിൽ ആണ് വോട്ടർമാർ. 15,99,900 വോട്ടർമാർ ആണ് ഈ പ്രദേശത്ത് ഉള്ളത്. അങ്ങനെ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. കുന്നംകുളത്ത് കള്ളവോട്ട് നടന്നതായുള്ള ആരോപണമാണ് വരുന്നത്. ചിറ്റത്തൂർ സ്വദേശി കല്ലായിൽ വീട്ടിൽ പ്രദീപിന്റെ പേരിലാണ് കള്ളവോട്ട് നടന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചിറ്റത്തൂർ ഇമ്മാനുവൽ LP സ്കൂളിലെ 64 നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നു എന്ന ആക്ഷേപം. ഇന്ന് 1 മണിയോടെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് തന്റെ പേരിൽ മറ്റൊരാൾ വോട്ട് ചെയ്തതായി കണ്ടെത്തിയത്. ഇത്തരം കള്ളവോട്ട് ആരോപണങ്ങൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എങ്കിലും പൊതുവെ വിലയിരുത്തുമ്പോൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ തന്നെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല. ചില ബൂത്തുകളിൽ ഒക്കെ വോട്ട് ശതമാനം വളരെ കുറവാണ്. സാവധാനമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതൊക്കെ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് മണക്കാടും ഇത്തരത്തിൽ കള്ളവോട്ട് എന്ന പരാതിയുണ്ട്. മണക്കാട് GHSലെ 147 ബൂത്തിലാണ് കള്ളവോട്ട് പരാതി ഉയർന്നിട്ടുള്ളത്. പോളിംഗ് സ്റ്റേഷനിലെത്തിയ രാജേഷ് എന്നയാളുടെ വോട്ട് മറ്റാരോ ചെയ്തു എന്നുള്ളതാണ് പരാതി. രാജേഷ് വോട്ട് രേഖപ്പെടുത്താനാകാതെ മടങ്ങിയ പശ്ചാത്തലമുണ്ടാകുന്നു. എന്നാൽ ചില ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാനുള്ള അവസരമൊക്കെ നൽകാം എന്ന തരത്തിലൊക്കെ ആശ്വസിപ്പിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ എണ്ണപ്പെട്ട സാഹചര്യം മാത്രമാണ് ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആണ് ഇരട്ട വോട്ടുകൾ അധികം ഉണ്ട് എന്നും അത് കള്ളവോട്ടായി മാറും എന്നത് അടക്കമുള്ള ആക്ഷേപമൊക്കെ ഉയർന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല സാഹചര്യം. അതായത് യഥാർത്ഥ വോട്ടർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ ആ വോട്ട് മറ്റാരോ ചെയ്ത് മടങ്ങി എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നത് ആണ്. അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായി ID കാർഡ് അടക്കം പരിശോധിച്ച് ഈ വോട്ടർ ID കാർഡിൽ കാണുന്ന വോട്ടർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ പോളിംഗ് ബൂത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലാ പോളിംഗ് ബൂത്തിനും തന്നെ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കള്ളവോട്ട് ചെയ്ത ആളുകളെയൊക്കെ തിരിച്ചറിയാനും കണ്ടുപിടിക്കാനും എളുപ്പമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ലോക്സഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന് അങ്ങനെ എണ്ണപ്പെട്ട കുറച്ച് വോട്ടുകൾക്ക് മാത്രം ഒരു വിജയി ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരോട്ട് അല്ലെങ്കിൽ 2 കള്ളവോട്ട് എന്നതൊക്കെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അല്ലാത്ത പശ്ചാത്തലത്തിൽ അത് അത്ര പ്രധാനമായി മാറില്ല. എങ്കിലും ഒരു വോട്ട് ചെയ്യാനുള്ള വോട്ടറുടെ അവകാശം ഇല്ലാതാകുന്നു എന്നത് ദുഃഖകരമായ സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊഴിയൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ ആണ് ചേരുന്നത്. VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഈ കള്ളവോട്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളൊക്കെ ചില മണ്ഡലങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതേസമയം വോട്ടെടുപ്പ് സമാധാനപരമായി തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചില ആക്ഷേപങ്ങളൊക്കെ ചില ബൂത്തുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതായത് വോട്ടിംഗ് യന്ത്രം പണിമുടക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഉദ്യോഗസ്ഥർ വളരെ സാവധാനത്തിലാണ് വോട്ട് രേഖപ്പെടുത്താൻ വോട്ടർമാർക്ക് അവസരം നൽകുന്നത് എന്ന ആക്ഷേപമുണ്ട്. ഇപ്പോൾ വിനോദ് നിൽക്കുന്ന ബൂത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെ എത്രത്തോളം ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നതിൻ്റെ ഡേറ്റകൾ ഉണ്ടോ? അഭിലാഷ്, ഇപ്പോൾ പൊഴിയൂർ UPSലാണ് നമ്മളുള്ളത്. രാവിലെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. 5 ബൂത്തുകളുണ്ട്. 6500 വോട്ടർമാരാണ് ഇവിടെ ഈ 5 ബൂത്തുകളിലായി അവർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള അവസരമുള്ളത്. രാവിലെ വലിയ തിരക്കായിരുന്നു. വോട്ടിംഗ് മന്ദഗതിയിലാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് മന്ദഗതിയിലാണ്. മണക്കാട് കള്ളവോട്ടിൻ്റെ പരാതി ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ ശാസ്തമംഗലത്ത് വോട്ടിംഗ് വളരെ പതുക്കെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ NDA സ്ഥാനാർത്ഥി അവിടേക്ക് വരികയും കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഈ ബീപ്പ് ശബ്ദം കേൾക്കുന്നതിന് ബട്ടൺ അമർത്തിയാലും ഒരുപാട് സമയം അതിന് വേണ്ടി വരുന്നു എന്നതായിരുന്നു പരാതിയായി ഉയർന്നു വന്നത്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പൊഴിയൂരൊക്കെ രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ തിരക്കിൽ ചെറിയ കുറവുണ്ട്. പക്ഷേ ഇനി വീട്ടമ്മമാരൊക്കെയും വരുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ ജോലിയൊക്കെ തീർത്ത ശേഷം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വീട്ടമ്മമാർ, അതൊരു 3 മണി മുതലാണ് പിന്നീട് 6 മണി വരെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. 4 മണി 5 മണി സമയം
ഒക്കെ ആകുമ്പോൾ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നമ്മളോടൊപ്പം പരിസരവാസിയായ ഒരു വോട്ടർ ചേരുന്നുണ്ട്. ചേട്ടൻ വോട്ട് ചെയ്തോ? ഞാൻ വോട്ട് ചെയ്തില്ല, ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. രാവിലെ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉച്ച വെയിലിന്റെ സമയമാണല്ലോ, ഇത് 5 മണി കഴിഞ്ഞാൽ ഇത്തിരി തിരക്ക് കൂടാനും സാധ്യതയുണ്ട്. സ്ത്രീകൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞിട്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ കടപ്പുറത്ത് പോയിട്ടൊക്കെ വന്നിട്ട് തിരക്ക് കൂടും. വലിയ കൊണ്ടുപിടിച്ച ഒരു പ്രചരണമൊക്കെയാണ് ഈ കഴിഞ്ഞ 40 25-ാം തീയതി ഇന്നലെ വരേക്കും നല്ല പ്രവർത്തനമായിരുന്നു. നല്ല 3 പേരും ഒന്നിനൊന്ന് മിച്ചമായിട്ട്. പക്ഷേ BJPക്ക് വലിയ ശക്തിയൊന്നുമില്ല, എന്നാലും 2 രീതികളും നല്ല പ്രവർത്തനമായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, വളരെ ശാന്തമായിട്ട് നല്ല രീതിക്ക് തന്നെ ഇലക്ഷൻ മുന്നോട്ട് പോകുന്നു. ഈ തീരദേശത്ത് അത് പരമ്പരാഗതമായി തന്നെ കാലങ്ങളായി LDF-നും UDF-നും അത് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ തവണത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ LDF-ന് മെച്ചമുണ്ടാക്കി. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് UDF-ന് മെച്ചമാകുന്നു. ആ നിലയ്ക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ പോയിരുന്നത്. അവിടെയാണ് BJP വലിയ പ്രചരണം ഈ തവണ നടത്തിയത്. വോട്ട് ചെയ്യാനാണോ? ചെയ്തായിരുന്നു. ചൂട് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കണം. അപ്പൊ ഇനി ആൾക്കാർ വരുമായിരിക്കും. അവനുണ്ട്, ആൾക്കാരുണ്ട്. സ്ത്രീകളൊക്കെ ജോലി വരും. നമ്മൾ ചന്തയിലൊക്കെ പോയിട്ടാണ് ഒന്ന് രാവിലെ ജോലിക്ക് പോയിട്ട് സന്തോഷം. വോട്ട് സന്തോഷം തന്നെ. ഈ കുടിവെള്ള പ്രശ്നമൊക്കെ വലുതായിട്ടുള്ള സ്ഥലമുണ്ട്. ഈ പൊഴിയൂര് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വലിയ തോതിൽ കുടിവെള്ള പ്രശ്നം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. പിന്നെ കടൽക്ഷോഭത്തിൻ്റെ പ്രശ്നമുണ്ട്. റോഡും വീടുകളും ഒക്കെയും തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. 3 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തി വാഗ്ദാനങ്ങൾ നൽകി. വലിയ പോരാട്ടമായിരുന്നു. വലിയ തരത്തിലുള്ള തീരദേശം, അത് തീരദേശത്ത് ജനങ്ങളുടെ മനസ്സ് കീഴടക്കുക, അവരുടെ വോട്ട് നേടുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം 2014 തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ അന്ന് 4 മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥി O രാജഗോപാൽ ഒന്നാമത് വന്നിരുന്നു, നഗര കേന്ദ്രീകൃതമായ. പക്ഷേ നെയ്യാറ്റിൻകര, പാറശാല, കോവളം, അത് തീരദേശങ്ങൾ ഉൾപ്പെടുന്ന തീരമണ്ഡലങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങളിലാണ് അവിടുത്തെ വോട്ട് കൊണ്ടായിരുന്നു അന്ന് UDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വോട്ട് ഉള്ള ഒരു മേഖലയാണ്. അവിടെയാണ് തീപാറുന്ന പോരാട്ടം. 40 ദിവസത്തെ പ്രചരണത്തിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം വലിയ ഒരു അവരുടെ ഒരു കേന്ദ്രീകരണം അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടുകൾ അതൊരു നിർണായക ഘടകമായി തിരുവനന്തപുരത്ത് അവശേഷിക്കുകയും ചെയ്യുന്നു. മറ്റിടങ്ങളിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എന്നൊരു നീക്കം പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി. എങ്കിൽ തന്നെയും തീരമേഖല ഒരു നിർണായക ഘടകമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച്. അഭിലാഷ്, തീർച്ചയായും